6, 7, 8, 9, 10 ചോള ചക്കയ്ക്ക് 100. നമ്മളങ്ങനെ ഇവിടെ ചൈനീസ് ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചൈനീസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡിന്നർ. നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ ആര് വന്നേ? പോലീസ് വന്നു. ഇവിടെ പോലീസ് വന്നിട്ട് സീനാക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നുള്ളത് ചൈനയിലത്തെ സിയാനിലാണ്. അപ്പോൾ നമ്മൾ സിയാൻ്റെ നോർത്ത് പാർട്ട്, അതായത് ഷാൻസിൻ്റെ നോർത്ത് പാർട്ടായ വെയ്നാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് ആരംഭിച്ചേക്കുന്നത്. അതായത് ചൈനീസ് ന്യൂ ഇയർ അല്ലെങ്കിൽ സ്പ്രിംഗ് ഫെസ്റ്റിവൽ നമ്മളെന്ന് അതിന് പറയും. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചൈനീസ് ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വെയ്നാനിലോട്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുള്ളത് ട്രെയിനിലാണ്. ട്രെയിനിൽ സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിംഗ് ആണെന്ന് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അതായത് ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് എല്ലാ ടിക്കറ്റും ഫ്ലൈറ്റും എല്ലാ സംഭവങ്ങളും ഫുള്ളായിരിക്കും. അതായത് നമ്മൾ സ്റ്റാൻഡിംഗ് ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്റ്റിക്കറും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള സ്റ്റിക്കറാണ്. നമ്മുടെ ജോയ് ചേട്ടനുണ്ട് ഇവിടെ. ജോയ് ചേട്ടാ, എന്താണ് പറയാനുള്ളത്? സുഖമല്ലേ? ഒന്നും പറയാനില്ല. ഇവിടുത്തെ നമുക്ക് പക്ഷേ ട്രെയിൻ ജേണി ആക്കി 1 hour ഉള്ളൂ. അത് കാരണം വലിയ കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ സിങ്ങാൻ കോയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ എന്തെല്ലാം സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചൈനീസ് ന്യൂ ഇയർ ഒരു സെപ്പറേറ്റ് വേറെ തന്നെ ഒരു വലിയ ഫെസ്റ്റിവലായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ സ്നാക്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാവുന്നതാണ്. ഇനി നമ്മളിന്ന് മേടിച്ചേക്കുന്നത് ഒരു ഗാട്രോയിഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ത് ഒരു പൊട്ടറ്റോ ചിപ്സ് പോലത്തെ എന്താ സാധനം, ബാർബിക്യൂ ഫ്ലേവേർഡ് ഒരു സാധനമാണ് കേട്ടോ. ഈ നമുക്ക് പുറത്തെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതോ ഫുള്ള് സ്നോ ആണ് കേട്ടോ പുറത്ത്. നല്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം സ്നോയൊക്കെയാണ്. ആ കിടക്കുന്ന വെള്ള കളർ മൊത്തം സ്നോ ആണ് ഗൈസ്. പിന്നെ ചെറിയ കുറേ വില്ലേജും കാര്യങ്ങളൊക്കെ അവിടെ കാണാം നിങ്ങൾക്ക്. ഇവിടെ ഫാമിംഗ് ഏരിയാസൊക്കെയാണ് വരുന്നത്. നമ്മളെന്തായാലും ഒരു വില്ലേജ് ഏരിയയിലോട്ടൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട് നമുക്ക്. അവിടെ എന്താ വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ വില്ലേജിൻ്റെ മെയിനായിട്ട് നമ്മൾ പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ സോളാർ പാനൽ വെച്ചിട്ടാണ് കൂടുതൽ. അതായത് ഓരോ ചെറിയ ഏരിയാസിന് വരെ സോളാർ പാനൽ വെച്ചിട്ടാണ് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണാം. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇതേ പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ്. നമ്മൾ ചുമ്മാ ഇവിടെ സ്ട്രീറ്റ് കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, എല്ലാ കടകളും ക്ലോസ്ഡ് ആണ് കേട്ടോ ഇവിടുത്തെ. കാരണം ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഏകദേശം ഒരു 12 ദിവസത്തോളം 10 ദിവസം എന്തായാലും ഒരുവിധം എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കലാണ് സാധാരണ എല്ലാ പ്രാവശ്യം ചെയ്യൽ. ഇവരെല്ലാവരും ഇവരുടെ ചൈനീസ് ന്യൂ ഇയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഏകദേശം 12 ഓരോ വർഷത്തിന് ജനിക്കുന്നവർക്കും ഓരോ സോഡിയാക് സൈനാണ്. അപ്പോൾ 12 സോഡിയാക് സൈനാണ് മൊത്തമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഡ്രാഗൻ്റേതായിരുന്നു, ഈ വർഷം അത് സ്നേക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഡ്രാഗൺ 2000 ജനിച്ചവർക്കൊക്കെ ഡ്രാഗൺ, പിന്നെ 12 വർഷം 2012, 2024 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഓരോ അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വർഷത്തിൽ ജനിച്ചവർക്ക് എന്തൊക്കെ സംഭവിക്കും, നമ്മൾ നാട്ടിൽ ജ്യോത്സ്യന്മാർ നോക്കുന്ന ഒരു രീതിക്കുള്ള ജാതകമൊക്കെ നോക്കുന്ന പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവർ ചെയ്യും. അങ്ങനെ ഓരോ പരിപാടികൾ. പിന്നെ എല്ലാവരും സിറ്റിയിലൊക്കെ ഉള്ളവർ, ഇപ്പോൾ ഷാങ്ഹായിൽ അവിടെയും ഇവിടെ സിറ്റിയിലൊക്കെ ഉള്ളവരൊക്കെ അവരുടെ ലൗജിയ എന്ന് പറയും. അതായത് അവരുടെ തറവാട്ടിലോട്ട് വരും. അതാണ് തറവാട്ടിൽ വന്നിട്ടുള്ള ഒരു ഒത്തൊരുമയാണ് ഈ ചൈനീസ് ന്യൂ ഇയറിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ചൈനീസ് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരുടെ ഒരു വീട്ടിലോട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാളത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ടൊരു പ്രാർത്ഥന പോലെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. കാത്തിരിക്കുക ഗൈസ്. ഇനി നമ്മളെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവർ വീട്ടിലോട്ട് പോകാനാണ്. അപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഓപ്പണായി കണ്ടു. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നേക്കാണ്. എല്ലാവരും ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മീറ്റ് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെന്തായാലും അവരുടെ വീട്ടിലോട്ട് പോകണോണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് ഇവിടെ ചൈനയിൽ എല്ലാവരും കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് മേടിച്ച് കഴിഞ്ഞാൽ ഇത് ഈ കവറിലാക്കിയിട്ടൊക്കെ തരും. അപ്പോൾ അതൊരു നമ്മളൊരു വീട്ടിലോട്ട് പോകുമ്പോൾ കൊടുക്കുന്നതിൻ്റെ ഒരു രീതിക്കുള്ള ഒരു കൾച്ചറാണ് ഇവിടുത്തെ വരുന്നത്. ഇത് ഓരോ തരം ഫ്രൂട്ടിൻ്റെ ഒക്കെ ഉണ്ട്, പേരും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ മാതളനാരങ്ങയോ അങ്ങനെ എന്തൊക്കെ വലിയ സാധനമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെന്താ മേടിക്കേണ്ടത്? ചോദിച്ചേട്ടാ, എന്താ മേടിക്കുന്നത്? നമുക്ക് ചക്ക മേടിച്ചു കൊടുത്താലോ? ഇത് കുഴപ്പമില്ല അല്ലേ കാണാൻ? മിക്സ് ചെയ്ത് മേടിക്കേണ്ടി വരും അല്ലെങ്കിൽ. ഓക്കെ, ഇവിടെ ഓറഞ്ചും സംഭവങ്ങളൊക്കെ, കുഞ്ഞു ഓറഞ്ചുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ബാസ്ക്കറ്റാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഏകദേശം 65 രൂപയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന് വരുന്നത്. നാട്ടിലത്തെ ഏകദേശം ഒരു 700 രൂപ അടുപ്പിച്ചിട്ട് വരും. അത് ഓരോ കിലോനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഗ്രീൻ ആപ്പിളിൻ്റെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഹലോ 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 അവിടെ ചക്ക വെച്ചിട്ടുണ്ട് ഗൈസ്. ചക്കയുടെ വില നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ചോള ചക്കയ്ക്ക്
130-140 രൂപയാണ് 10 ചുള ചക്കയ്ക്ക് വരുന്നത്. കൊയ്യ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. നാട്ടിൽ ചുമ്മാ പഴുത്തിട്ട് റോട്ടി കിടക്കുന്ന ചക്ക ഇവിടെ 130 റുപ്യൊക്കെയാണ് 10 ചുളയ്ക്ക് വരുന്നത്. നമ്മളങ്ങനെ ഇവിടെ ചൈനീസ് ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയേക്കാണ് കേട്ടോ. നമുക്കൊരു ചായയൊക്കെ തന്നിട്ടുണ്ട്. ഗ്രീൻ ടീ ആണ് സംഭവം വരുന്നത്. പിന്നെ കുറേ ഫ്രൂട്ട്സ്, ചെറി ഉണ്ട്, പിന്നെ സീഡ്സ് ഉണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, പിസ്ത ഉണ്ട്, പിന്നെ വേറെ എന്തോ സംഭവം ഉണ്ട്. അങ്ങനെ കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റഷ്യൻ ചോക്ലേറ്റ് ആണ് ആ സംഭവം വരുന്നത്. അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങളിരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു ഫിഷാണ്. ഇത് ഫിഷിലേക്ക് കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി ആഡ് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിക്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ പൊട്ടറ്റോ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ചട്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള ഇന്ന് നമ്മുടെ ഡിന്നർ വരുന്നത്. ഇത് വലിയൊരു ക്യാറ്റ് ഫിഷാണ്. ക്യാറ്റ് ഫിഷിന് എന്താ പറയുക, വാളയാണോ, എന്താ പറയുക ഇതിന് മീനിന് എന്താ നമ്മൾ മലയാളത്തിൽ അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ ഇത് ഇടുന്നപ്പോൾ ഡക്ക് ബ്ലഡാണ് കേട്ടോ ഈ സംഭവം ഇടുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളത് സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചൈനീസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡിന്നർ. അങ്ങനെ നമ്മുടെ ചട്ടീൻ്റെ സൈഡിലോട്ടാക്കിയിട്ട് കുറേ ബ്രെഡ് പരത്തിയിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഈ ബ്രെഡ് പോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ എന്തോ കൈപ്പത്തിരി എന്നൊക്കെ പറയണ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. കൈപ്പത്തിരി നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്നത്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പരത്തിയിട്ട് ഇതിന് ചുറ്റും നമുക്ക് ഒട്ടിച്ച് തരുന്നുണ്ട്. ഇത് എല്ലാ സൈഡിലോട്ടും ഒട്ടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ. എന്നിട്ട് ഇനി ഇത് വെന്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഒരു അടി അടിക്കാം. നമുക്ക് ഈ കഴിക്കുന്ന വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. നമ്മുടെ ആ സാധനങ്ങളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എല്ലാ സാധനങ്ങളും വേവട്ടെ. നമ്മുടെ ഷെഫ് നമ്മുടെ ഒപ്പം ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഷെഫ് വരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് നമുക്ക് കാണാനുള്ളത്, എല്ലായിടത്തും പടക്കം പൊട്ടിക്കലാണ് കേട്ടോ. ദിവാലി മാറി നിൽക്കും അമ്മാതിരി പടക്കം പൊട്ടിക്കല അവിടെ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അവിടെ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ ആയിട്ട് ഈ കേൾക്കുന്ന സൗണ്ട് മൊത്തം എല്ലായിടത്തും പടക്കം പൊട്ടിക്കല. ഇതാണ് ചൈനീസ് ന്യൂ ഇയറിന്റെ അവസ്ഥ. നമ്മളിത് ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ചപ്പയ്യോ പോലീസ് വന്ന് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോ ആര് വന്ന്, പോലീസ് വന്ന്. ഇവിടെ പോലീസ് വന്നിട്ട് സീനാക്കുന്നുണ്ട്. പോലീസ് വന്നിട്ട് ഇവിടെ ഒന്നും പടക്കം പൊട്ടിക്കരുതെന്ന് പറയുന്നുണ്ട്. ഭയങ്കര സീനായിട്ടുണ്ട്. സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് പോലീസ് ഫുള്ള് എല്ലായിടത്തും ഇങ്ങനെ പബ്ലിക് ഏരിയാസിൽ പൊട്ടിക്കരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ വന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒരു കുറവില്ല, അപ്പുറത്തും പൊട്ടിക്കുന്നുണ്ട്. പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മളിത് എവിടെ കത്തിച്ച് മേശപ്പൂവാണ് കേട്ടോ, ചൈനയിലത്തെ മേശപ്പൂ. ഓ ഹാപ്പി ന്യൂ ഇയർ. അടുത്ത പോലീസ് വരുന്നുണ്ട്. എസ്കേപ്പ്.烟火像星辰，所愿皆成真，所有绚烂都绽放成炙热眼神，情不知所